Good afternoon, students. Today we can deal about the District Mental Health Program. That is the DMHB. The District Mental Health Program is launched in 1996 under National Mental Health Program with the following objectives. അതായത് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഇതിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. അത് ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഉള്ളത്. ഫസ്റ്റ്, ടു പ്രൊവൈഡ് sustainable basic mental health services to the community and top integrate these services with the other health services. Early detection and treatment of patients within the community itself. Then to see that the patients and their relatives do not have to travel long distance to reach hospitals. ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്തായിരുന്നു, ടു പ്രൊവൈഡ് സസ്റ്റൈനബിൾ ബേസിക് മെൻ്റൽ ഹെൽത്ത് സർവീസസ് കൊടുക്കുക ആൻഡ് ടോപ്പ് ഇൻ്റഗ്രേറ്റ് ദി സർവീസസ് വിത്ത് അതർ ഹെൽത്ത് സർവീസസ്. ദെൻ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഷ്യൻസ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഷ്യൻസ്, അതായത് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അവരെ ട്രീറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. Then to see that the patients and their relatives do not have to travel long distance to reach the hospitals. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ നല്ല ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരെ പോകേണ്ട ആവശ്യമില്ല. Then to take pressure off the mental hospitals. അതായത് ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവാകുമ്പോൾ അതിനനുസരിച്ച് അവിടെ കൺജഷൻ ആവും, അതുപോലെ അഡ്മിഷൻ ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു പ്രഷർ കുറയ്ക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ടു റെഡ്യൂസ് ദ സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ടുവാർഡ്സ് ദ മെൻ്റൽ ഇൽനസ് ത്രൂ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ. അതുപോലെ നമ്മുടെ മെൻ്റൽ ഡിസീസിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുന്നത്, സ്റ്റിഗ്മ ഉണ്ട്, ദാറ്റ് വി ഹാവ് ടു റെഡ്യൂസ്. അതായത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബാധ കൊണ്ടൊക്കെയാണ് ഇതുണ്ടാകുന്നതെന്നൊരു വിശ്വാസമുണ്ട്. ദെൻ ത്രൂ ദ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ ഓൾസോ വി ഹാവ് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് വി ഹാവ് ടു ഗീവ് ദ പബ്ലിക് എഡ്യൂക്കേഷൻ ടു ദ പീപ്പിൾ. The next point, to treat and rehabilitate mental patients discharged from the mental hospital within the community. ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് മെൻ്റൽ പേഷ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ പേഷ്യൻസിനെ എല്ലാം ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻസ് കൊടുക്കുക, ഡിസ്ചാർജ് ഫ്രം ദ മെൻ്റൽ ഹോസ്പിറ്റൽ വിത്തിൻ ദ കമ്മ്യൂണിറ്റി. Next is the institutionalization and versus deinstitutionalization. Institutionalization is the process of committing a person to a facility where their freedom to live will be restrained, usually mental hospital. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്മിറ്റിംഗ് എ പേഴ്സൺ ടു എ ഫെസിലിറ്റി വെയർ ദെയർ ഫ്രീഡം ടു ലിവ് വിൽ ബി റീസ്ട്രെയിൻഡ്, യൂഷ്വലി. അതായത് അയാൾക്ക് വീട്ടിലെ പോലെ തന്നെ താമസിക്കാൻ പറ്റുന്നവരാണ്. അതാണ് മെൻ്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ അവർക്ക് അതുപോലെ സൗകര്യം ഒരുക്കി കൊടുക്കും. ദെൻ ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഈസ് എ ലോങ് ടൈം ട്രെൻഡ് wherein fewer people reside as patients in mental hospitals and fewer mental health treatments are delivered in പബ്ലിക് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ വീട്ടിലോട്ട് വിടും. അത് കഴിയുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ്സൊക്കെ അതായത് മരുന്ന് വാങ്ങിച്ച് പോകുക ഒരു രീതി. എസെൻഷ്യൽ കമ്പോണൻറ്റ്സ് ഓഫ് എ സൗണ്ട് ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ പ്രോസസ്സ്. That is the prevention of inappropriate mental hospital admission through the provision of community facilities. അതായത് ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിവെൻഷൻ ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് മെൻ്റൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ത്രൂ ദ പ്രൊവിഷൻ ഓഫ്, അതായത് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൂടുതൽ PHC വഴിയൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള അഡ്മിഷൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ദെൻ ഡിസ്ചാർജ് ടു ദ കമ്മ്യൂണിറ്റി ഓഫ് ലോങ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷണൽ പേഷ്യൻസ് ഹു ഹാവ് റിസീവ്ഡ് ആഡിക്വേറ്റ് പ്രിപ്പറേഷൻ. അതായത് നമുക്കിപ്പോൾ ഒരാൾക്കൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി, അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖം ഭേദമായി കഴിയുമ്പോൾ അവരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിടും. പക്ഷേ കൂട്ടത്തിൽ തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മെഡിസിൻസൊക്കെ ആ ഒരു ലോക്കലിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റം ഓഫ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പേഴ്സൺ. അതുപോലെ തന്നെ
നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അല്ലാത്ത പേഷ്യൻസിന് കൂടുതലായിട്ടും ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുക. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ പോയി അവർക്ക് ഡയറക്റ്റ് കെയർ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഇഫക്ട്സ് ഓഫ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അപ്പോൾ ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ പോസിറ്റീവ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ സിസ്റ്റം ഇൻ കെയർ ഓഫ് പേഷ്യൻസ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ ഇൻ്റഗ്രേഷൻ ഓഫ് ഫാമിലിയും അതുപോലെ തന്നെ സോഷ്യലി നമ്മുടെ പുറത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് അവർക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രൊവിഷൻ ഓഫ് ബെറ്റർ കെയർ ടു മെൻ്റലി ഇൽ ഇൻ ദെയർ ഹോം കമ്മ്യൂണിറ്റീസ്. അവർക്ക് നല്ലൊരു ബെറ്റർ കെയർ കിട്ടും എവിടെയാണ്, അവരുടെ കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ തന്നെ. Then helps in retaining sense of worth, ability and independence to those who had been dependent on others for their care. അതുപോലെ തന്നെ ഇപ്പോൾ അവർ കുറച്ച് നാളൊരു പരിശീലിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് എടുത്ത് പരിശീലിപ്പിച്ച് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വിടുവാണെങ്കിൽ എന്താണ്, they can gain the ability and independence. അല്ലേ, അവർക്ക് തനിയെ നിൽക്കാൻ പറ്റും. To those who had been dependent on others, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ചിലപ്പോൾ അവർക്ക് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ സെൽഫ് കെയർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് അതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ്. ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഫെയിലർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫക്റ്റീവ്ലി. അതായത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പേഷ്യൻറ്റിന് രോഗം ഭേദമായി എന്ന്, പക്ഷേ ചിലപ്പോൾ അവർക്ക് ശരിക്കും ഭേദമായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഒരു ഫെയിലർ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ റിവോൾവിംഗ് ഡോർ സിൻഡ്രോം. റിവോൾവിംഗ് ഡോർ സിൻഡ്രോം എന്ന് ഉദ്ദേശിച്ചത് പേഷ്യൻറ്റ് ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി ഭേദമാവാതെ പോയാൽ എപ്പോഴും അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ബൈ അക്യൂട്ട്ലി ഡിസ്റ്റർബ്ഡ് ഇൻഡിവിജ്വൽസ് ഹാസ് ഇൻക്രീസ്ഡ്. അതായത് അക്യൂട്ടായിട്ടുള്ള പേഷ്യൻസ് കൂടും. എങ്ങനെയാണ്, അപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് വരും അല്ലേ, പെട്ടെന്ന് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഡ്യൂ ടു ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പേഷ്യൻസ് ജനറൽ ഹോസ്പിറ്റൽ സൈക്യാട്രിക് യൂണിറ്റ്സ് ആർ ഓവർവെൽഡ്. അപ്പോൾ പോയ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പേഷ്യൻസ് കൂടും. എവിടെ, ജനറൽ ഹോസ്പിറ്റലിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ദെൻ പേഷ്യൻസ് ഹു ഡു നോട്ട് റിസീവ് അഡിക്വേറ്റ് കെയർ കമ്മിറ്റ് ഹോമിസൈഡ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് അവർക്ക് അഡിക്വേറ്റായിട്ടുള്ളൊരു കെയർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്താണ്, ഇപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അവിടെ നോക്കാനൊന്നും ആളില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ സ്റ്റേറ്റ് പ്രസൻസ് ആർ ഓക്യുപ്പൈഡ് ബൈ സിവിയർലി മെൻ്റലി ഇൽ പേഷ്യൻസ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രസൻസ് എല്ലാം അതാണ് ഭയങ്കര നല്ല സിവിയറായിട്ട് മെൻ്റൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിനാണ് മെയിനായിട്ടും സ്റ്റേറ്റ് പ്രസൻസിൽ കൂടുതലുള്ളവർ സിവിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. The next is the institutionalization. What are the aims of institutionalization? First one is the prevention of harm to self and others. അതായത് ഫസ്റ്റ് എന്താണ്, സ്വന്തമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മെൻ്റലി ഇൽ പേഷ്യൻസിന്. അപ്പോൾ അതെല്ലാം കുറയ്ക്കും. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് സിവിയർ സിംറ്റംസ്. അതുപോലെ തന്നെ നല്ല സിംറ്റംസ് ഉള്ള പേഷ്യൻറ്റിനെല്ലാം പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ നീഡ് ഫോർ എ റാപ്പിഡ് മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ദാറ്റ് റിക്വയർസ് ഫ്രീക്വൻറ്റ് ഒബ്സർവേഷൻ ബൈ സ്പെഷ്യലി ട്രെയിൻഡ് പേഴ്സണൽസ്. അതുപോലെ തന്നെ റാപ്പിഡ് അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പേഴ്സണെ നന്നായിട്ട് ഒബ്സർവേഷൻ, നമുക്ക് അയാളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ അയാളുടെ മൂഡും തോട്ടും കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാണ്. Then what are the treatment objectives? That is rapid evaluation and diagnosis, decreasing behavior that is dangerous to self and others, then preparing the patient and significant caregivers to manage the patient's care in a less restrictive settings, arranging for effective aftercare to facilitate continued improvement in the patient's condition and functional level. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് ഇവാലുവേഷൻ, പെട്ടെന്നുള്ള നമ്മുടെ ഒരു ഇവാലുവേഷനും അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്താ അസുഖം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക. ഡിക്രീസിങ് ബിഹേവിയർ ദാറ്റ് ഈസ് ഡേഞ്ചറസ് ടു സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് അവർക്ക് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫായിട്ട് ഹാർമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്, സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതെല്ലാം കുറയ്ക്കാൻ പറ്റും.
Then preparing the patient and the significant caregivers to manage the patient care in a less restrictive settings. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ കൊടുക്കാമെന്ന് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും പേഷ്യൻറ്റിനെ. Then arranging for effective aftercare to facilitate continued improvement in the patient's condition and functional level. അറേഞ്ചിങ് ഫോർ എഫക്റ്റീവ് ആഫ്റ്റർ കെയർ, അതായത് പേഷ്യൻറ്റിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നല്ല ആഫ്റ്റർ കെയർ കൊടുക്കാൻ. ടു ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ പേഷ്യൻസ് കണ്ടീഷൻ ആൻഡ് ഫങ്ഷണൽ ലെവൽ. അവർക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താ പറയണേ, നമുക്ക് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷണൽ ലെവലൊക്കെ അഡിക്വേറ്റ് ആണോ എന്ന് നോക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദ മോഡൽസ് ഓഫ് പ്രിവെൻറ്റീവ് സൈക്യാട്രി അല്ലെങ്കിൽ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ദാറ്റ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് മെയിൻ്റനൻസ് ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ റീഹാബിലിറ്റേഷൻ. റോൾ ഓഫ് നഴ്സ് ഇൻ എ പ്രൈമറി പ്രിവെൻഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സെൻറ്റേഡ് ഇൻ്റർവെൻഷൻ, അതായത് ഓരോ ആൾക്കാർക്കും വേണ്ടി നമ്മൾ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരെയാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ ഇൻ്റർവെൻഷൻസ് ഓറിയൻറ്റഡ് ടു ദ ചൈൽഡ് ഇൻ ദ സ്കൂൾ. ദെൻ ഫാമിലി സെൻറ്റേഡ് ഇൻ്റർവെൻഷൻസ് ടു എൻഷുർ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. Then interventions oriented to keep families intact. Interventions for families in crisis. Mental health education, society centered preventive measures. ഇപ്പോൾ പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ ഇൻഡിവിജ്വൽ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ഇൻ്റർവെൻഷൻസ് ഓറിയൻറ്റഡ് ചൈൽഡ് ഇൻ ദ സ്കൂളിലെ തൊട്ടുള്ള അസസ്മെൻറ്റ്. പിന്നെ ഫാമിലി ഇൻ്റർവെൻഷൻസ് ആണ്. Then interventions oriented to keep families intact. Interventions for families in crisis, അതായത് ഒത്തിരി ക്രൈസിസ് ഒക്കെയുള്ള ഫാമിലീസ്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഒരു ഫാമിലിയിൽ തന്നെ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്. ദെൻ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ദെൻ സൊസൈറ്റി സെൻറ്റേർഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അസുഖം മെൻ്റൽ ഇൽനെസ്സിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഇതാണ് പ്രൈമറി, അതായത് ഒരു ആൾക്ക് വരാനുള്ള സാധ്യത, റിസ്ക് ഉള്ള പേഷ്യൻറ്റിനെ കണ്ടെത്തി അത് വരാതിരിക്കാനുള്ള സാധ്യത, അതാണ് പ്രൈമറി പ്രിവെൻഷൻ. Then role of nurse in secondary prevention, that is the early diagnosis and case finding. ആദ്യത്തെ പ്രൈമറിയിൽ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നു. ദെൻ സെക്കൻഡറിയിലാണെങ്കിലോ ഏർലി ഡയഗ്നോസിസ് ആൻഡ് കേസ് ഫൈൻഡിങ്. ദെൻ ഏർലി ഡെഫറൻസ്, നമ്മൾ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ ഒരു കേസ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ ആ കേസിനെ റെഫർ ചെയ്യുക. ദെൻ സ്ക്രീനിങ് പ്രോഗ്രാംസ്, അവർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിങ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക, ഏത് അസുഖമാണെന്ന് കണ്ടുപിടിക്കുക. ഏർലി ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ പേഷ്യൻസ്, അതുപോലെ തന്നെ ഒരു എഫക്റ്റീവായിട്ടുള്ള നേരത്തെ കണ്ടുപിടിക്കുന്നതാണ്, നമുക്ക് നേരത്തെ തന്നെ ചികിത്സിക്കാൻ പറ്റും. ദെൻ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് പേഴ്സണൽസ്, അതുപോലെ തന്നെ ഹെൽത്ത് പേഴ്സൺസിന് ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. ദെൻ കൺസൾട്ടേഷൻ സർവീസസ് അവൈലബിൾ ആക്കുക കൂടുതലായിട്ട്. ദെൻ ക്രൈസിസ് ഇൻ്റർവെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ, അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി റോൾ ഓഫ് നഴ്സ് ഇൻ ദ secondary prevention. Then role of nurse in tertiary prevention. Tertiary preventionൽ മേക്കിംഗ് ഫാമിലി മെമ്പേഴ്സ് ഇൻവോൾവ്മെൻറ്റ് ഇൻ കെയർ, അതായത് മൂന്നാമത്തെ ടെർഷ്യറിയിൽ എന്താണ്, നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഈ കെയറിൽ ഇൻവോൾവ്മെൻ്റ് ആക്കും. ദെൻ പ്രൊവൈഡിങ് ഒക്യുപ്പേഷണൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. ഒക്കെ നിങ്ങൾ തെറാപ്പീസ് പഠിക്കും എന്തൊക്കെയാണ്. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ്, അതായത് ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, ഈ പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ടെർഷ്യറിയിലാണ്. ദെൻ ബ്രിഡ്ജിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കെയർ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, എന്താണ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ കൊളാബറേറ്റ് മെൻ്റൽ ഹെൽത്ത് കെയർ സർവീസസ്. ദെൻ ട്രെയിനിങ് ഇൻ കമ്മ്യൂണിറ്റി ലിവിങ്, അതായത് കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക. ദെൻ അവോയ്ഡിങ് സ്റ്റിഗ്മ ആൻഡ് ഫോസ്റ്ററിങ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ,
അതുപോലെ തന്നെ ഈ ഒരു മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് റോൾ ഓഫ് നേഴ്സ് ഇൻ ടെർഷ്യറി പ്രിവെൻഷൻ.